ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വീണ്ടും ഞാൻ നല്ല രീതിക്ക് എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പം ഞാനിന്ന് എൻ്റെ 3 ബെസ്റ്റ് ഫ്രണ്ട്സിന് ഒരു ഗിഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനും കിട്ടാനും ഒക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? എനിക്കപ്പോൾ ബേസിക്കലി ഗിഫ്റ്റ് കിട്ടുന്നതിനെക്കാട്ടിലും ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തോ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ബർത്ത്ഡേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അവരുമായിട്ട് റിലേറ്റഡ് ഡേയ്സൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഓർത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. ആൻഡ് ഈ ഒരു ഗിഫ്റ്റ് ഹാൻഡ് മെയ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് സന്തോഷം. അപ്പോൾ ഞാൻ മിക്കവാറും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഹാൻഡ് മെയ്ഡ് ആയിട്ടായിരിക്കും കേട്ടോ കൊടുക്കുക. സോ ഇത്തവണ ഞാൻ എൻ്റെ 3 ബെസ്റ്റ് ഫ്രണ്ട്സിന് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ആൻഡ് ഈ കൊടുക്കാനുള്ള കാരണം വെച്ചാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോവാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊരു തോട്ടിലാണ് ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഐഡിയ തന്നെ വന്നത്. ഒബ്വിയസ്ലി അവൾക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ, കാരണം 3 പേരും എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു 3 പേർക്കും തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഗിഫ്റ്റാണ് കേട്ടോ. വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ എൻ്റെ ഒരു ചെറിയ സന്തോഷം. ഞാൻ ക്യാൻവാസ് ആർട്ടും ബോട്ടിൽ ആർട്ടും പിന്നെ ഒരു ലെറ്ററും പിന്നെ കുറച്ച് ഹാൻഡ് പിക്ഡ് സംഭവങ്ങളും ആൻഡ് പിന്നെ ഞാനും അവരും തമ്മിലുള്ള മെമ്മറീസിൻ്റെ കുറച്ച് ഫോട്ടോസ് ഡിജിറ്റൽ പ്രിൻ്റ് എടുത്തിട്ടും കൂടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നിങ്ങളിനി കാണാൻ പോണത് ഈ ഗിഫ്റ്റ് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ അവരുടെ റിയാക്ഷനാണ് കേട്ടോ. ആൻഡ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു മെമ്മറിക്കും കൂടെയാണ് കേട്ടോ. സോ അപ്പം നമുക്ക് റിയാക്ഷനിലേക്ക് പോവാം. തുറക്ക് ഗിഫ്റ്റ് മാത്രം എടുക്കണേ, ക്യാമറ എടുക്കണ്ടേ? ഇപ്പം തൽക്കാലം അതെ പൊട്ടിക്കണ്ട്. ഓക്കെ, തുറന്നോ. ലൈവ് എക്സ്പ്രഷനാണ്. എടാ ചവക്കണ്ട ഇപ്പൊ തന്നെ കണ്ടിട്ട്. ശരി, അതൊക്കെ പൊട്ടിച്ചോ. തുറക്കട്ടെ. ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്. ആദ്യത്തെ ആദ്യം ഓപ്പൺ ചെയ്യണേ. കുറച്ച് സ്പീഡിൽ ചെയ്യണേ. ഇപ്പൊ വായിക്കണ്ട, അടുത്തത് എടുക്ക. വായിച്ചോ. വേണ്ട വേണ്ട. അയ്യോ, കരയാണോ? ഓക്കെ, അടുത്തത് ചുമക്കുന്നടാ. ഓക്കെ, ഞാൻ കുറച്ച് നീങ്ങിയിരിക്കണോ? അത്രയും തോന്നണ്ട, അതിന് അത്രയൊന്നും ഇല്ല. അതെ അതെ, ഇത് മിക്കവാറും 1 മണിക്കൂർ വ്ലോഗായി മാറുന്ന സംശയം. ഓപ്പൺ ലോട്ട്സ് ഓഫ് ലാഫ്റ്റർ. ഫോട്ടോ നീ നോക്കിയിട്ട് ഓരോന്നൊന്ന് പൊക്കി കാണിച്ചു തരുമോ? ഫസ്റ്റ് വെച്ച് അല്ലല്ല, ഫസ്റ്റ് നേരത്തെ പോലെ കാണിക്ക് ഓരോന്നായിട്ട്. അത് അതൊന്ന് നേരെ കാണിക്കുമോ? അതൊന്ന് നേരെ കാണിക്കാൻ ഫോട്ടോ കാണിച്ചില്ല. ഇത് ട്യൂഷൻ ക്ലാസ്, ഇത് ഹഡിൽസ്, ഇത് നമ്മുടെ സൃഷ്ടി, ഇത് അക്ഷയുടെ വീട്. എൻ്റെ ഫേവറേറ്റ് ഇതാണ്.
അയ്യോ അൺഎക്സ്പെക്റ്റഡ്. സത്യം. ഓടാ നീ വരച്ചാ? ഓ കൊള്ളാം കേട്ടാ. ഞാൻ കൊറേ നാൾക്ക് ശേഷം ഇരുന്ന് വരച്ച. കൊള്ളാം കൊള്ളാം. ലീഫൊക്കെ ഭയങ്കര നൈസ് ആയിട്ടുണ്ട്. ചെറുതായി അത് നീ കുറച്ച് പതുക്കെ എല്ലാവരും നോക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കിയോ? ചെക്ക് ഒന്നുമില്ല. ഗിഫ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആക്ച്വലി നമ്മളെല്ലാവരും ഇതേ സെയിം എന്താ പറയുക എഫേർട്സ് ഇട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. സോ ഭയങ്കര ക്യൂട്ട്, ഭയങ്കര കുറേ മെമ്മറീസ്. ഞാൻ ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് എടുത്തതാ. ഭയങ്കര ആർട്ടിസ്റ്റാണ് കേട്ടോ. ആര്? അവൻ ഓ താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് പറയണേ. ഓക്കെ തുറന്നു നോക്കിയോ? തുറക്കണം. പതുക്കെ തുറന്നാ. എനിക്ക് ഗിഫ്റ്റ് റാപ്പർ കുറച്ച് പയ്യെ ചെയ്തു. ഞാൻ കുറച്ച് സേവ് ചെയ്ത് ഓക്കെ തുറന്നോ. എടാ അവിടെ ഇങ്ങനെ ഒരു മിനിറ്റ്. ഓക്കെ തുറന്നു. എടാ ഓരോന്നായിട്ട് തുറന്നു നോക്കടേ. താങ്ക് യു. എടാ അത് ഈ ഗ്രീൻ തുറക്കും, ഈ വയലറ്റ് തുറക്കും. ഓണം വയലറ്റ് ഇനി റെഡ് തുറന്നോ? ഈ റെഡ് തുറന്നാ? ഓക്കെ വായിച്ചായിരുന്നു. ആ ഈ വായിക്കണം. ഓ യാ കുറച്ച് വായിക്കണേ. വായിക്കും മീൻസ് മനസ്സിൽ വായിച്ചാൽ മതി, ഉറക്കെ വായിക്കണ്ട. ആ ഗ്രീൻ അല്ല റെഡ് തുറന്നോ? വായിച്ചു തുറക്കണേ. എടാ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇത് ഇൻസ്റ്റാ സ്റ്റോറിയാണ്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് നിൻ്റെ ഒരു ഫേസ് ഫോട്ടോ വെച്ചിട്ട് എൻ്റെയും കൂടെ വെച്ചൊരു ഡിജിറ്റൽ പെയിൻറ്റിങ് സംഭവം ചെയ്യാമെന്നാണ്. പക്ഷെ ഞാൻ നിൻ്റെ സ്റ്റോറി ഫുൾ നോക്കിയിട്ട് ഫേസ് ഉള്ള ഒരു ഫോട്ടോ ഇല്ല, അത് എസ്തെറ്റിക് ആയതുകൊണ്ട്. അപ്പം പിന്നെ ആ പരിപാടി പിന്നെ ഞാൻ പറഞ്ഞത് നീയും നീരജയും തമ്മിലൊരു ഫോട്ടോ ഉണ്ട്, അത് നീ ക്രോപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം നിൻ്റെ ഫേസിൽ ഫോണാണ്, മിറർ സെൽഫിയാണ്. അപ്പം എൻ്റെ ആ ഒരു വർക്ക് പോയി. അപ്പം ഞാൻ ഇനി ഇത് എപ്പോഴും അലക്കാറുണ്ട് ഫേസ് കിട്ടാലോ. എടാ ഒരു ഫോട്ടോ പോലും ഇല്ല ഇൻസ്റ്റയിൽ. ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഉണ്ട്, അതിനും മറ്റേ ഓട്ടോയിൽ പോണ വീഡിയോ ആണോ? ഞാൻ ആലോചിച്ചു, പക്ഷെ അതിലെടുത്താൽ എനിക്ക് ഷെയ്ക്കാവും. അല്ലടാ അത് ഞാൻ ഇവിടുന്ന് മേടിച്ച. ഇപ്പം ഇനിയും ഉണ്ട് ബ്രോ. ഇത് എന്നെ ഉറക്കാൻ വേണ്ടി. യാ അത് അതുകൊണ്ട് അത്ര ഭംഗിയില്ല. ഇനി ഒരു സാധനം
സംഭവം ചെയ്യാൻ നോക്കി നല്ല ഫോട്ടോ എങ്ങനെയെങ്കിലും വെട്ടിക്കൊണ്ട് പറഞ്ഞ കവറൊക്കെ ഇതിപ്പോൾ തൽക്കാലം എൻ്റെ ബാഗ് വെച്ച് നമുക്ക് കൊണ്ടുപോകാം. എന്നിട്ട് എൻ്റെ വീട്ടിൽ വരുന്നു. ഞാൻ വരാം. ഹായ്, എന്താ പേര്? ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? അവധി. എടാ ആദ്യം വയലറ്റ് ഓപ്പൺ ചെയ്യ്. ഇതല്ലേ ആ ഓപ്പൺ വിത്ത് ലോട്ട്സ് ഓഫ് ചളി. അതൊക്കെ അവര് ഇത് വിത്ത് ഇത് ഓപ്പൺ ഇതാ എവിടേക്ക് ഉറക്കം വായിക്കണ്ട. വേണ്ട വേണ്ട. ഒരാളിവിടെ പൊളിക്കലാണെങ്കിയേ ഇതാ അടുത്തത് പിടിക്ക്. നോക്കട്ടെ. ഓപ്പൺ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. താങ്ക് യു. കേട്ടാ നോക്ക്. താങ്ക് യു സോ മച്ച്. I'm really happy though. ഓടാ ഇത് നീ ഉണ്ടാക്കിയതാണോ? ഓടാ. നല്ല തുറക്കട്ടെ. ഐ എം സോ എക്സൈറ്റഡ്. വെയിറ്റ്. ഓപ്പൺ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. നീ ഇത് ചെയ്താ? ഹലോ എടാ ഈ ഫോട്ടോ. ഓ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണം. താങ്ക് യു സോ മച്ച്. അയ്യോ എനിക്കറിയാം. സോ ഹാപ്പി. എടാ ഞാൻ 3 ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുത്തേ. അപ്പം 3 ക്യാൻവാസ് ആണ് ഞാൻ അവർക്ക് 3ാമത് കൊടുത്തേ. പക്ഷെ ഇത് എനിക്ക് ചെയ്ത ക്യാൻവാസ് കൊളായിപ്പോയി. പിന്നെ എനിക്കത് ചെറിയ ക്യാൻവാസ് ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അത് കൊളായിപ്പോയി. ലൈക്ക് ബോട്ടിലും ക്യാൻവാസും ആണ് ഞാൻ ഹാൻഡ് മെയ്ഡ് ചെയ്തത്. താങ്ക് യു. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. എനിക്ക് വയ്യായിരുന്നു. ഇത് ഇതിനകത്ത് വെക്കാം. എടാ നീ ആ ഫോട്ടോ ഒന്ന് കാണിച്ചാ ഞാൻ വേറെ ഓരോന്നായിട്ട്. ഇത് ഓരോന്ന് എവിടെ വെച്ചിട്ടാന്ന് കൂടെ പറ. ഇത് ഓണത്തിന് നമ്മുടെ ക്ലാസ് റൂമിൽ വെച്ച് എൻ്റെ ഫോട്ടോ എടുത്ത. ഇത് ലുലു മോളിൽ വെച്ച് പോയപ്പോൾ എടുത്ത. ഇതിന്റെ ക്രോപ്പ് അല്ലേ ഇത്? അതെ അതെ. ഞാൻ നമ്മൾ രണ്ടുപേരും വേറെ നല്ല പിക്കൊന്നും കണ്ടില്ല. പിന്നെ ഇത് നമ്മൾ സ്കൂളിലത് ആരും ഇല്ലാത്തപ്പോൾ എടുത്ത. ഇത് നമ്മൾ ലുലു മോളിൽ വെച്ച് എടുത്ത. ഇഷ്ടായോ? It was so good. I didn't expect all this. It was so cute. ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. ഇത് ഇവിടെ കേട്ടോ. ഇത് ഇതിനകത്ത് വയ്ക്കാം. I really like presents. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉറപ്പായിട്ട് വരും. അതുവരെ വെയിറ്റ് ചെയ്യാം. ബൈ.